ഇപ്പൊ ആള് പറഞ്ഞിട്ടുണ്ടാവും. ഈ കുറി എന്തായാലും നമ്മളെ പാർട്ടി ജയിക്കൂറ. കളർച്ചെന്ത് വരുന്നില്ലേ? എന്റെ മൊബൈലത്തിൽ ബാക്കിയായി പോയി വരി വോട്ടിട്ട് വരാം. നീങ്ങ പോയിട്ടാ, ഞാൻ വരുന്നില്ല. എനക്കാ പേരിട്ട് നിൽക്കാനാന്നില്ലറാ. അതുമല്ല എന്റെ ഒരു വോട്ട് കൊണ്ട് എന്താവന് പോകുന്നില്ല. അതെന്താ കാതിരിച്ച നിങ്ങൾ അങ്ങനെ ചെന്ന്? നിങ്ങളെ പോലെ ഓരോരുത്തർ ഇങ്ങനെ ചിന്തിച്ചെങ്കിൽ ഈ നാട്ടിലേക്ക് ഒരു മാറ്റം വേണ്ടേ, ഒരു വികസനം വേണ്ടേ? വരി നമ്മൾ വോട്ടിട പോരി. മാറ്റെല്ലാം വരൂറാ. എന്റെ ഒരു വോട്ട് കൊണ്ട് എന്താവനുണ്ട്? ഓരോരു തുള്ളി വെള്ളം കൂടിയിട്ടാണ് ഒരു കടലുണ്ടാകുന്നത്. നമ്മൾ കേട്ടിട്ടില്ല കാതിർച്ച? അപ്പം അതേപോലെ ഓരോരാളെ വോട്ട് കൂടിയിട്ടാണ് ഒരു ജനവിധി ഉണ്ടാകുന്നത്. കാതർച്ച ശരിക്കും പറഞ്ഞ കൊണ്ടല്ലേ അടുത്ത 5 കൊല്ലം നമ്മളെ നാട് ആര് ഭരിക്കണോ, നമുക്ക് എന്ത് സൗകര്യം വേണമെന്നുള്ളത് ചിന്തിക്കാനുള്ള ഒരു അവസരം ഇത്. ഇപ്പൊ നമുക്ക് ഈനെ നമ്മ കളഞ്ഞു കുളിച്ചിട്ട് പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല. എനക്ക് ആ ക്യൂവിൽ നിൽക്കുന്ന ചെല്ലുമ്പോ പിരാന്ത് പിടിക്കുന്നറാ. ആ ക്യൂവിൽ നിൽക്കുന്ന ചെല്ലല്ലേ, അത് നമുക്ക് ഈ നാടിനോടുള്ള ഒരു കടമ. ആ ബെറലിൽ തേക്കുന്ന മഷിയില്ലേ, അത് നമുക്ക് കിട്ടുന്ന അംഗീകാരം. നിങ്ങളെ ശബ്ദമാണ് ആ വോട്ട്. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾ ശല്യത് ശരി. എന്റെ വോട്ട് എന്റെ അവകാശം. ഞാനും വരുന്നു വോട്ടിടാന്. വോട്ട് ചെയ്യുക എന്നത് വെറുമൊരു അവകാശമല്ല, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നീ വോട്ട് ചെയ്യില്ല എന്ന് പറയുന്ന നിന്റെ മൗനം പോലും തെറ്റായ ഒരാൾ ജയിക്കാൻ കാരണമായേക്കാം. അതുകൊണ്ട് മാറ്റത്തിനായി നല്ലൊരു നാളേക്കായി നമുക്ക് വോട്ട് ചെയ്യാം. ഇപ്പൊ ആള് പറഞ്ഞിട്ടുണ്ടാവും. ഈ കുറി എന്തായാലും നമ്മളെ പാർട്ടി ജയിക്കൂറ. കളർച്ചെന്ത് വരുന്നില്ലേ? എന്റെ മൊബൈലത്തിൽ ബാക്കിയായി പോയി വരി വോട്ടിട്ട് വരാം. നീങ്ങ പോയിട്ടാ, ഞാൻ വരുന്നില്ല. എനക്കാ പേരിട്ട് നിൽക്കാനാന്നില്ലറാ. അതുമല്ല എന്റെ ഒരു വോട്ട് കൊണ്ട് എന്താവന് പോകുന്നില്ല. അതെന്താ കാതിരിച്ച നിങ്ങൾ അങ്ങനെ ചെന്ന്? നിങ്ങളെ പോലെ ഓരോരുത്തർ ഇങ്ങനെ ചിന്തിച്ചെങ്കിൽ ഈ നാട്ടിലേക്ക് ഒരു മാറ്റം വേണ്ടേ, ഒരു വികസനം വേണ്ടേ? വരി നമ്മൾ വോട്ടിട പോരി. മാറ്റെല്ലാം വരൂറാ. എന്റെ ഒരു വോട്ട് കൊണ്ട് എന്താവനുണ്ട്? ഓരോരു തുള്ളി വെള്ളം കൂടിയിട്ടാണ് ഒരു കടലുണ്ടാകുന്നത്. നമ്മൾ കേട്ടിട്ടില്ല കാതിർച്ച? അപ്പം അതേപോലെ ഓരോരാളെ വോട്ട് കൂടിയിട്ടാണ് ഒരു ജനവിധി ഉണ്ടാകുന്നത്. കാതർച്ച ശരിക്കും പറഞ്ഞ കൊണ്ടല്ലേ അടുത്ത 5 കൊല്ലം നമ്മളെ നാട് ആര് ഭരിക്കണോ, നമുക്ക് എന്ത് സൗകര്യം വേണമെന്നുള്ളത് ചിന്തിക്കാനുള്ള ഒരു അവസരം ഇത്. ഇപ്പൊ നമുക്ക് ഈനെ നമ്മ കളഞ്ഞു കുളിച്ചിട്ട് പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല. എനക്ക് ആ ക്യൂവിൽ നിൽക്കുന്ന ചെല്ലുമ്പോ പിരാന്ത് പിടിക്കുന്നറാ. ആ ക്യൂവിൽ നിൽക്കുന്ന ചെല്ലല്ലേ, അത് നമുക്ക് ഈ നാടിനോടുള്ള ഒരു കടമ. ആ ബെറലിൽ തേക്കുന്ന മഷിയില്ലേ, അത് നമുക്ക് കിട്ടുന്ന അംഗീകാരം. നിങ്ങളെ ശബ്ദമാണ് ആ വോട്ട്. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾ ശല്യത് ശരി. എന്റെ വോട്ട് എന്റെ അവകാശം. ഞാനും വരുന്നു വോട്ടിടാന്. വോട്ട് ചെയ്യുക എന്നത് വെറുമൊരു അവകാശമല്ല, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നീ വോട്ട് ചെയ്യില്ല എന്ന് പറയുന്ന നിന്റെ മൗനം പോലും തെറ്റായ ഒരാൾ ജയിക്കാൻ കാരണമായേക്കാം. അതുകൊണ്ട് മാറ്റത്തിനായി നല്ലൊരു നാളേക്കായി നമുക്ക് വോട്ട് ചെയ്യാം.